നമസ്കാരം. എനിക്ക് വന്ന ഒരു ചോദ്യം ബൈബിളിൽ നിന്ന് വന്ന ഒരു സംശയമാണ്. അതായത് ഈ ശത്രുക്കളെ സ്നേഹിക്കണം എന്നാണ് യേശു പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ വസ്ത്രം പിടിച്ചു പറിക്കുന്നവന് നമ്മൾ നമ്മുടെ പുതപ്പും കൂടെ അങ്ങ് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു ചെകിടത്തടിച്ചാൽ നമ്മൾ ആ ശത്രുവിന് അല്ലെ അടിക്കുന്നവന് മറു ചെകിട് കൂടി കാണിച്ചു കൊടുക്കുക. ഇതാണ് യേശു പഠിപ്പിച്ച പാഠം. അപ്പൊ ഞാൻ എന്റെ മെസ്സേജിലൊക്കെ പറയുന്നുണ്ട്, നമ്മൾ ബൈബിളിലൂടെ യേശുവിനെയും അല്ലെങ്കിൽ ബൈബിളിലെ നിയമവും അതൊക്കെ മനസ്സിലാക്കണം, ഖുർആൻ വായിക്കണം, ഭഗവത്ഗീത വായിക്കണം. ഇതെല്ലാം സൃഷ്ടാവായ ദൈവത്തിൻ്റെതാണ്. പക്ഷെ യേശു എന്ന് പഠിപ്പിക്കുന്നത് കുറച്ച് ഉൾക്കൊള്ളാൻ പലർക്കും പ്രയാസമുണ്ട്. കാരണം നമ്മൾ അങ്ങനെ ചെയ്താൽ, ഇപ്പോൾ ഒരു ശത്രുവിനോട് നമ്മളങ്ങ് ക്ഷമിച്ചാൽ ആ ശത്രു അതേ സൗകര്യം എന്ന് വിചാരിച്ച് രണ്ടിരട്ടി നമുക്കിട്ട് പണി തരും, അല്ലെങ്കിൽ കൂടുതൽ അവൻ വഷളാകും എന്ന രീതിയിലാണല്ലോ ശരിക്കും കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ ഇതെങ്ങനെ ശരിയാകും? ഇത് പലർക്കും സംശയമുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ആ ഒരു കാലഘട്ടം. ഇപ്പൊ ദൈവം എന്നോട് പറയുന്നത് ഒരു 50 വർഷത്തിന് മുമ്പ് വരെ വലിയ കുഴപ്പമില്ലായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ ഇപ്പോ നെഗറ്റീവ് അതിഭയങ്കരമായ ശക്തിയിൽ സകല മനുഷ്യരെയും കീഴ്പ്പെടുത്തി മനസ്സിനെയൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു കാലഘട്ടത്ത് യേശു പറയുന്ന ഈ ഒരു മാർഗം ശരിക്കും വർക്കിംഗ് അല്ല. അങ്ങനെ നമ്മൾ ചെയ്താൽ ശത്രു അതേ സൗകര്യം എന്ന് വിചാരിച്ച് നമ്മളെ ചവിട്ടി തേക്കാനേ നോക്കുകയുള്ളൂ. ഇത് കറക്റ്റാണ്. എന്നാൽ ഈ 2012 ശേഷം എന്നോട് ദൈവം പറയുന്നത്, ദൈവം പ്രവർത്തിച്ചു തുടങ്ങി, സൃഷ്ടാവാ ദൈവം നേരിട്ട് ചില പ്രവൃത്തികൾ തുടങ്ങിയ ഒരു കാലഘട്ടമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ തിന്മയെ ദൈവം തന്നെ മാക്സിമം നശിപ്പിച്ച് തോൽപ്പിക്കും. അതിനുള്ള വഴികളൊക്കെ ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനിയുള്ള കാലത്ത് ഈ സത്യുഗം വരുമ്പോ ഈ യേശുവിന്റെ ഈ വഴിയൊക്കെയാണ് ശരിക്കും ഇനി വർക്കിംഗ് ആയി വരുന്നത്. കാരണം ദൈവത്തിന്റെ നിയമപ്രകാരമുള്ള പല കാര്യങ്ങളും ഇനി പാലിച്ചും കൊണ്ട് ഒരുപാട് മനുഷ്യർ ഭൂമിയിൽ കറക്റ്റായിട്ട് വന്നിരിക്കും. ഇത്രയും നാളും അങ്ങനെ ഇല്ല. കാരണം ദൈവം എന്ന് പറയുന്ന ശക്തി ഇല്ലേ? മനസാക്ഷി എന്ന് പറയുന്ന സാധനം ഇപ്പൊ വർക്കിംഗ് അല്ലല്ലോ. നമ്മൾ താന്നു കൊടുക്കുന്നിടത്തെല്ലാം നമ്മുടെ തലയെ കയറി കൂടുതൽ പ്രശ്നങ്ങളിൽ ഉണ്ടാക്കുന്നത്, എത്ര പ്രാർത്ഥിച്ചിട്ട് ഫലം വരുന്നില്ലല്ലോ. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ലെവൽ ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതും ഈ തൊട്ട് മുമ്പ് ഉണ്ടായിരുന്നതും. പക്ഷെ അവിടെ ആ ഒരു കാലഘട്ടം കഴിഞ്ഞു. ഇനി ദൈവം ക്ഷമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അല്ലെങ്കിൽ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമല്ല. ശക്തമായി ഇനി നന്മയെ ഉയർത്തിക്കൊണ്ടുവരികയും തിന്മയെ നശിപ്പിക്കുകയും ചെയ്യുന്ന കാലഘട്ടം ദൈവം ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ പിന്നിൽ പല വസ്തുതകളുണ്ട്. ഇപ്പൊ ശത്രുവിനോട് സ്നേഹിക്കുക എന്ന് യേശു പറയുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ശത്രുവിനോട് അങ്ങ് ഭയങ്കരമായ ഉള്ളുതട്ടി ഭയങ്കരമായ സ്നേഹത്തോട് അവനെ സ്നേഹിക്കാനല്ല പറയുന്നത്. അവനോട് സ്നേഹം കാണിക്കണം, അവനെ സ്നേഹിക്കണം എന്നാണ് പറയുന്നത്. ഉള്ളിൽ ആ സ്നേഹം വരണമെന്ന് നിർബന്ധമില്ല. കാരണം ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്. അപ്പൊ അതിൽ ആ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന കാര്യം, ഇങ്ങനെ നമ്മൾ ശത്രുവിനോട് സ്നേഹം കാണിച്ചാൽ അവന് തക്ക ശിക്ഷ ശരിക്കും ദൈവം കൊടുത്തുകൊള്ളും എന്നാണ് പറയുന്നത്. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. അത് മാത്രമല്ല, ബൈബിളിൽ തന്നെ പഴയ നിയമപ്രകാരം സദൃശ്യവാക്യങ്ങൾ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് ഇത് എഴുതിയിട്ടുണ്ട്. കാരണം നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ, ശത്രുവിനോട് നമ്മൾ താന്നു കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ അവൻ നമ്മളെ കൂടുതൽ പീഡിപ്പിക്കുമ്പോൾ നമ്മൾ അത് സഹിച്ച് അല്ലെങ്കിൽ നമ്മൾ ക്ഷമയോടെ അതിനെ സഹിക്കുമ്പോൾ അവന്റെ തലയിൽ തീക്കനൽ കുന്നിക്കും എന്നാണ് പറയുന്നത്. അതായത് അവന്റെ തലയിൽ ആൾറെഡി തീക്കനലുണ്ട്. ഈ തീക്കനൽ കുന്നിക്കും എന്ന് പറയുന്നത് ഈ പ്രത്യക്ഷത്തിൽ കാണുന്ന സാധനമല്ല, അത്രയും കടുത്ത കർമ്മഫലം അല്ലെ ശിക്ഷ അവ അനുഭവിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. തീക്കനൽ കുന്നിക്കും. ഇപ്പൊ നമ്മുടെ തലയിൽ കുറെ കത്തുന്ന തീക്കനൽ വാരി തലയിലിട്ട് മൂടി എങ്ങനെയിരിക്കും, അത് ഇരട്ടി ഇരട്ടി ആയിക്കൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. കൂടുതൽ നമ്മൾ ഇങ്ങനെയുള്ള വ്യക്തിയുടെ മുന്നിൽ നമ്മൾ വീണ്ടും വീണ്ടും ക്ഷമിച്ചുകൊണ്ടിരുന്നാൽ അവന്റെ തലയിൽ ആ തീ കൂടി കൂടി വരും എന്നാണ് പറയുന്നത്. അതായത് അത്രത്തോളം കഷ്ടം അവന് അനുഭവിക്കേണ്ടി വരും. ഒന്നുകിൽ അവന് അത് കണ്ട് പശ്ചാത്തലം തോന്നി നമ്മളോട് അവൻ അഡ്ജസ്റ്റ് ആയി വരും, ഇല്ലെങ്കിൽ അത് ശക്തമായ ശിക്ഷ അവന് വരും. കാരണം തൊട്ട് മുമ്പും ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, പ്രതികാരവും ശിക്ഷയൊക്കെ ശരിക്കും ദൈവത്തിന്റെ കയ്യിലാണ്, അല്ലാതെ മനുഷ്യരുടെ കയ്യിലല്ല. അപ്പൊ ഇത് വെച്ച് ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട് പല കാര്യങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് കിട്ടിയ മറുപടി, ഇപ്പൊ നമ്മളോടൊരു ശത്രുവായ ഒരാള് നമ്മളോട് ശത്രുത കാണിക്കുന്നു, അല്ലെങ്കിൽ നമ്മളെ ദ്രോഹിക്കുന്നു, മനഃപൂർവ്വം ദ്രോഹിക്കുന്നു. അപ്പൊ ഇങ്ങനെ ദ്രോഹിക്കുന്നതിന്റെ പിന്നിൽ ഒരുപാട് കണക്കുകളുണ്ട്. അപ്പൊ അതും കൂടി നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ ചുരുക്കി പറഞ്ഞുതരാം, മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കാം. ഈ കാലഘട്ടം ഇങ്ങനെ കൂടുതൽ നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെല്ലാവരും പല രീതിയിലും നെഗറ്റീവ് കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്ക് പലർക്കും
ഈ പ്രകൃതിയുടെ ശരികൾ എന്തെന്നുള്ള വ്യവസ്ഥകൾ നമുക്ക് അറിഞ്ഞുകൂടാ. അതാരും നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ പ്രകൃതി ഇത് കാണുന്നുണ്ട്, ദൈവം ഇത് കാണുന്നുണ്ട്. നമ്മൾ വീണ്ടും വീണ്ടും കർമ്മ തെറ്റിക്കൊണ്ടിരിക്കുന്നു എന്ന് പ്രകൃതി കാണുന്നുണ്ട്. അപ്പൊ പ്രകൃതി ഇത് നമ്മളെ ഏതെങ്കിലും രീതിയിൽ ബാലൻസ് ചെയ്യണം. അപ്പൊ ഈ ബാലൻസ് ചെയ്യാനുള്ള വഴികൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കർമ്മ ബാലൻസ് ചെയ്യുന്നത്, ഒന്ന്, ശാരീരിക പീഡനങ്ങൾ അനുഭവിച്ച് ബാലൻസ് ആകും. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന സമ്പാദ്യം നഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ പണം നഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ നമ്മുടെ വിളവുകൾ നഷ്ടപ്പെട്ട് നമ്മൾ അത് ബാലൻസ് ആകും. പിന്നെ അടുത്തത്, കാരണം കൂടാതെ പല രീതിയിലുള്ള മാനസിക സംഘർഷം, അതായത് നമ്മൾ പോലും അറിയാതെ പല പല വിഷയങ്ങൾ, പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, ഇങ്ങനെയൊക്കെ ഉള്ള പല കാര്യത്തിലൂടെയും മാനസിക സംഘർഷത്തിലൂടെയും നമുക്ക് ഈ പ്രശ്നങ്ങൾ ബാലൻസ് ആകും, കർമ്മ ബാലൻസ് ആകും. അപ്പൊ ഈ 3 രീതിയിലാണ് ബാലൻസ് ആകുന്നത്. അപ്പൊ നമ്മൾ പോലും അറിയാതെ നമ്മളുടെ കർമ്മ തെറ്റി ഒരുപാട് കൂടി വരുമ്പോൾ ഇത് ബാലൻസ് ആകാൻ വേണ്ടി ചില നിമിത്തങ്ങളായിട്ട് ചില ദുഷ്ടരെ ദൈവം അല്ലെങ്കിൽ മറ്റ് അദൃശക്തികൾ അനുവദിക്കും. കാരണം അവനേതായാലും ദുഷ്ടനാണ്. നേരത്തെ പറഞ്ഞതുപോലെ അവന്റെ തലയിൽ ആൾറെഡി തീക്കനല് കൂട്ടിവെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി അവൻ അത് ഇരിക്കവേ അവൻ മാനസാന്തരപ്പെട്ടു അല്ലെങ്കിൽ പശ്ചാത്തപിച്ച് നന്നാവാനൊന്നും പോകുന്നവനല്ലെങ്കിൽ അവനെ കൂടുതൽ ശിക്ഷിച്ച് പഠിപ്പിക്കേണ്ട ആവശ്യം എന്തായാലും അവനുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ചില വ്യക്തികളെ നമുക്കെതിരെ തിരിച്ചിട്ട് നമ്മൾ ചെയ്ത ഏതെങ്കിലും കർമ്മ ബാലൻസ് ആകാൻ വേണ്ടി ഈ ദുഷ്ടനിലൂടെ അത് നമ്മളിലേക്ക് അനുവദിക്കും. അപ്പൊ നമുക്ക് ചിലപ്പോൾ ധനനഷ്ടം വരും, ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവൻ ഉണ്ടാക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏതോ വഴിയിലൂടെ നമ്മുടെ കർമ്മ ബാലൻസ് ആയിക്കൊണ്ടിരിക്കുന്നു എന്ന സത്യം കൂടി തിരിച്ചറിയണം. പക്ഷെ ഇതിന് രക്ഷപ്പെടാൻ വഴി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ ഈ പ്രകൃതിയുടെ ഈ വ്യവസ്ഥകളും കാര്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ്, ഇപ്പൊ എന്റെ മെസ്സേജ് കേൾക്കുന്നവർക്കെല്ലാം ഈ തിരിച്ചറിവ് വന്നിട്ടുണ്ടല്ലോ, മാറ്റമൊന്നുമില്ല, ഇനിയും തിരിച്ചറിഞ്ഞുകൊണ്ടേയിരിക്കും. അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ നമ്മുടെ വ്യവസ്ഥ കറക്റ്റാ പാലിച്ചാൽ, അല്ലെങ്കിൽ തെറ്റാതെ നോക്കിയാൽ, ഈ കർമ്മ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെയുള്ള ദുഷ്ടരുടെ പ്രവൃത്തികളിൽ നിന്ന് നമ്മളെ ദൈവം തന്നെ അല്ലെങ്കിൽ മറ്റു അദൃശക്തികൾ രക്ഷിച്ചുകൊണ്ട് പോകും. അപ്പൊ നമുക്കത് ബാധിക്കില്ല. ഇതൊരു വശം. ഇനി മറുവശത്ത് നമ്മളിനി ദൈവത്തിന്റെ റൂട്ടിൽ കറക്റ്റായിട്ട് നിയമമൊക്കെ പാലിച്ച് അല്ലെങ്കിൽ വ്യവസ്ഥകൾ പാലിച്ച് നല്ലവരായി പോകാൻ ശ്രമിക്കുമ്പോൾ ഈ ആസുരിക ശക്തികൾ നമ്മളെ തെറ്റിക്കാനും നമ്മളെ ദ്രോഹിക്കാനും ഇങ്ങനെയുള്ള ചില ദുഷ്ടരെ പൊക്കിക്കൊണ്ടുവരും. ഇത് ഒരു മറുവശത്ത് സംഭവിക്കും. അപ്പൊ അങ്ങനെ പൊക്കിക്കൊണ്ട് വരുമ്പോ ഇത് നമ്മളെ സഹായിക്കുന്ന അദൃശക്തികളെ ദൈവത്തിന് ഇത് അറിയാം, ഇങ്ങനെ ഒരു ദുഷ്ടൻ നമുക്കെതിരെ വരുന്നു എന്നുള്ളത്. അങ്ങനെ വരുമ്പോ നമ്മൾ ശരിക്കും ദൈവത്തിന്റെ റൂട്ടിൽ കറക്റ്റായിട്ട് പ്രകൃതിയുടെ വ്യവസ്ഥ പാലിച്ചു പോകുന്ന പോസിറ്റീവായി ജീവിക്കുന്ന ഒരാളാണെങ്കിൽ, ഇത് പ്രത്യേകം ശ്രദ്ധിച്ചോണം, നമ്മൾ വ്യവസ്ഥകൾ പാലിച്ച് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ആ ശത്രുവിനോട് അല്ലെങ്കിൽ ആ ദുഷ്ടനോട് നമ്മൾ ക്ഷമിച്ചാൽ, ഈ പറഞ്ഞതുപോലെ നമ്മൾ വസ്ത്രം പിടിച്ച് വാങ്ങിക്കുമ്പോൾ നീ എന്റെ പുതപ്പും കൂടെ കൊണ്ടുപോയിക്കോ എന്നും പറഞ്ഞ് ഉള്ളതും കൂടെ കൊടുത്ത് വിടുമ്പോ ശരിക്കും നമ്മളെ പ്രകൃതിയുടെ വ്യവസ്ഥ പാലിക്കുകയാണ്. ഇപ്പം പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് ഈ വസ്തു തർക്കങ്ങളാണ്, അതിർത്തി തർക്കങ്ങളും വിഷയങ്ങളൊക്കെയാണ് പലരും ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ അവന് ഒരു 1/2 സെന്റോ 1/4 സെന്റോ അവന്റെ സമാധാനത്തിന്, അവന്റെ അത്യാഗ്രഹം ഒതുങ്ങാനായി നമ്മളങ്ങ് വിട്ടുകൊടുത്താൽ നമുക്ക് പോകുന്നത് ചിലപ്പോൾ 1/2 സെന്റോ 1 സെന്റോ ആയിരിക്കും, ചിലപ്പോൾ ലക്ഷങ്ങൾ വരെ നമുക്ക് പോയിന്നിരിക്കും. പക്ഷെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതൊന്നും നമ്മൾ കിട്ടുമെന്നോ അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് വേണമെന്നോ വിചാരിച്ചല്ല നമ്മൾ ഭൂമിയിൽ ജനിക്കുന്നത് എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. നമ്മൾ വെറുതെ വരുന്നു, വെറും കൈയോടെ തിരിച്ചു പോകുന്നു. അപ്പൊ ഈ ഉണ്ടായാലും ശരി ഇല്ലേലും ശരി ഇതെല്ലാം താൽക്കാലികമാണ്. ഇനി ആ വസ്തുവിന് വേണ്ടി നമ്മൾ കിടന്ന് ബഹളം കാണിക്കുകയോ അല്ലെങ്കിൽ വിഷയം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. സ്വന്തം സഹോദരങ്ങളായിട്ട് തന്നെ ഇപ്പം പാരമ്പര്യമായിട്ട് കിട്ടുന്ന സ്വത്തുക്കൾക്ക് വേണ്ടി തർക്കം, ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അവിടെ വ്യവസ്ഥ നമ്മളായിട്ട് തന്നെ തെറ്റിക്കുകയും. കാരണം ഇതൊന്നും നമ്മളായിട്ട് ഉണ്ടാക്കുന്നതല്ല, അല്ലെങ്കിൽ ഇതൊന്നും നമുക്ക് എല്ലാ കാലവും നിലനിൽക്കുന്നതല്ല. നമ്മൾ എപ്പോഴാണോ കളഞ്ഞിട്ട് പോകും. നമ്മുടെ മക്കൾക്ക് ഇത് കിട്ടിയാൽ പോലും ഈ മക്കൾ നെഗറ്റീവായി പോയി കഴിഞ്ഞാൽ ഇതെല്ലാം നശിപ്പിച്ച് കളയാൻ ദിവസങ്ങൾ മതി. ഇനി അതല്ല, നമ്മൾ ഉള്ള സമയത്താണെങ്കിൽ പോലും നമ്മൾ ഇങ്ങനെയൊക്കെ വഴക്കും ഒക്കെ ഓടി ന്യായമായ രീതിയിൽ എനിക്ക് കിട്ടേണ്ടത് കിട്ടണം എന്നും പറഞ്ഞ് നമ്മൾ തർക്കവും കേസും വഴക്കുമായി നമ്മളത് നേടിയാലും നമുക്കൊരു മാരാരോഗമോ എന്തെങ്കിലും പിടിപെട്ട് ഇതൊക്കെ നശിച്ചു പോകാൻ ദിവസങ്ങളോ മാസങ്ങളോ മതി. അപ്പൊ ഈ സത്യം തിരിച്ചറിയുന്ന ഒരു വ്യക്തി ആരെങ്കിലും നമുക്കുള്ളതിനെ ആർത്തി മൂത്ത് ഇങ്ങനെ ചെയ്താൽ നമ്മളവിടെ ആ പ്രകൃതിയുടെ വ്യവസ്ഥ പാലിച്ചും കൊണ്ട് നീ കൊണ്ടുപോയ്ക്കോ എന്ന് പറഞ്ഞ് കൊടുക്കും. എന്നിട്ട് അവനോടൊരു കാര്യം കൂടി പറയണം, ഇതിന് പകരം നിന്നോട് ദൈവം ചോദിക്കും എന്നും കൂടി പറയണം. ഇത് ദൈവം എനിക്ക് പറഞ്ഞ കാര്യമാണ്. ഇങ്ങനെ പറഞ്ഞ് അവനെ അവന്റെ തൃപ്തിയിൽ വിട്ടുകൊടുക്കുക. അപ്പൊ അവനാകെ സന്തോഷിക്കും. കാരണം ഒന്നുകിൽ അവൻ ദൈവവിശ്വാസം ഇല്ലാത്തവനായിരിക്കും, ഇല്ലെങ്കിൽ അവനെന്തോ ദൈവവും അവനെന്തോ സഹായിച്ചു എന്ന രീതിയിൽ അവൻ ദൈവത്തോട് നന്ദിയും പറഞ്ഞായിരിക്കും നമുക്കുള്ളത് മോഷ്ടിച്ചും കൊണ്ട് അവൻ പോണത്. കൊണ്ടുപോട്ടെന്ന് ഇങ്ങനെ കൊണ്ട് പോകുമ്പോൾ നമ്മളവിടെ വ്യവസ്ഥ പാലിച്ച് ഈ യേശു പറഞ്ഞതുപോലെ അങ്ങ് വിട്ടുകൊടുത്താൽ അവനുള്ള ശിക്ഷ അളന്ന് ഹരിച്ചും ഗുണിച്ചും പ്രകൃതി കൊടുത്തുകൊള്ളും. ഇതാണ് അതിന്റെ സത്യം. പിന്നീടുള്ള നാശമല്ല നമുക്ക് ലൈവായിട്ട് കാണാം, നമുക്ക് കാണിച്ചു തരും. ഇതൊക്കെ ബൈബിളിൽ പറയുന്നുണ്ട്.
അപ്പം ഇതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. പലരും തെറ്റിദ്ധരിച്ച് വെച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇതിന്റെ പിന്നിലെ വസ്തുത ഇതാണ്. കാരണം അവനിട്ട് പണി നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വിട്ടുകൊടുക്കണമെന്ന് പറയുന്നത്. അല്ലാതെ അവനെ അങ്ങ് സ്നേഹിച്ച് അവരുടെ ദുഷ്ടതയെ പ്രോത്സാഹിപ്പിച്ച് വിടുന്ന ഒരു മണ്ടത്തരം അല്ല എന്ന് സത്യം തിരിച്ചറിയണം. ഇനി നമ്മളായിട്ട് പ്രതികാരം ചെയ്യാൻ പോയെന്ന് വെച്ചോ, നമ്മൾ അവന് പകരം ചെയ്യുകയാണ്. അഥവാ ചെയ്തത് കുറഞ്ഞു പോയാലോ? കുറഞ്ഞു പോയാൽ അവിടെ മറ്റേ അദൃശക്തിയിൽ ഇടപെടൂല. കാരണം അവർ പറയും, ആത്മീയ മേഖലയിൽ അവർ നമ്മളടുത്ത് സംസാരിക്കും, നീ ചെയ്യാനുള്ള ചെയ്തല്ലോ, ഞങ്ങളായിട്ടൊന്നും ചെയ്യുന്നില്ല എന്നും പറഞ്ഞിരിക്കും. ഇത് പറഞ്ഞതേ ഉള്ളൂ. ഇതേപോലെ നമ്മൾ അവരുടെ കയ്യിൽ വിട്ടുകൊടുത്താൽ അവർ ഹരിച്ചും കുണിച്ചും കറക്റ്റ് ചെയ്താൽ പിന്നെ അവൻ അടുത്ത ഒരു പരിപാടിക്ക് തല പൊക്കാത്ത ലെവലിലുള്ള പണി അവന് കിട്ടിയിരിക്കും. പക്ഷെ ആരും അങ്ങനെ ദൈവത്തിന്റെ കയ്യിലേക്ക് ഇത് വിട്ടു കൊടുക്കുന്നില്ല എന്നാണ് ദൈവം പറയുന്നത്. അപ്പൊ ഞാൻ അങ്ങനെ എനിക്ക് എന്തെങ്കിലും വിഷയപ്രശ്നം വന്നാൽ അങ്ങനെ ചെയ്യണം എന്നാണ് എന്നോട് ദൈവം പറഞ്ഞിട്ടുള്ളത്. പല സന്ദർഭങ്ങളിലും ഞാൻ ഈ ആത്മീയത്തിൽ വളർന്നു വരുന്ന സന്ദർഭത്തിൽ പല തടസ്സങ്ങളും പ്രശ്നങ്ങളും വരും. അപ്പോഴെല്ലാം ഇതേ പ്രോസസ് ഞാൻ ചെയ്തു നോക്കിയിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് എല്ലാം ലൈവായിട്ട് ഞാൻ കണ്ട് എനിക്ക് തന്നെ അത് 100% ഉറപ്പായ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നിങ്ങൾ ദൈവത്തിന്റെ റൂട്ടിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ, പൂർണ്ണമായ ദൈവത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ, നിങ്ങൾ മാക്സിമം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ പോസിറ്റീവ് ആവാൻ ശ്രമിക്കുക. നിങ്ങളെ ശത്രുക്കളോട് നിങ്ങൾ ഇങ്ങനെ വിട്ടുകൊടുക്കുക. കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ചിലപ്പോൾ നമ്മുടെ കർമ്മ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒരു ദുഷ്ടനെ അയച്ചതായിരിക്കും. അവനുള്ള ദുഷ്ടത്തിന്റെ പ്രതിഫലം പിന്നീട് അത് കിട്ടിക്കോളും. പക്ഷെ എങ്കിലും നമ്മൾക്ക് ചിലപ്പോൾ ചിലത് ബാലൻസ് ആവാനാണെങ്കിലോ, അതുകൊണ്ട് നമ്മൾ ചാടി കയറി പ്രവർത്തിക്കാനോ പകരം വിട്ടാനോ പോകണ്ട. ഇനി അഥവാ ഈ ആസുരിക ശക്തികളാണ് അവനെ ചുമന്നുകൊണ്ട് വരണമെങ്കിൽ അതിനുള്ള പ്രതിഫലം ഓൺ ദി സ്പോട്ടിൽ തന്നെ അവന് പടപടാന്ന് കിട്ടിക്കോളും. അപ്പൊ ഇത് രണ്ടും ഉണ്ട്. അപ്പൊ ഇത് നമുക്ക് അറിഞ്ഞുകൂടാത്ത കാലത്തോളം നമ്മൾ ഈ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ മുന്നിൽ സമർപ്പിക്കണം. ഇതാണ് അതിന്റെ പിന്നിലുള്ള അർത്ഥം. കാരണം പണ്ട് ഇത് ദൈവം ഈ ബൈബിളിലെ പഴയ നിയമപ്രകാരം ഈ പകരത്തിന് പകരം ഇങ്ങനെ ചെയ്താൽ തിരിച്ചങ്ങനെ ചെയ്തിരിക്കണം. നിന്റെ കണ്ണിനെ ഡാമേജ് ആക്കി തിരിച്ച് അവന്റെ കണ്ണിനെയും ഡാമേജ് ആക്കണം. നിന്റെ കൈക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റി അവന്റെ കൈക്ക് അതേ പ്രശ്നം ഉണ്ടാക്കണം. ഇതായിരുന്നു പണ്ട് ദൈവം പ്രകൃതിയിൽ കൊടുത്തിരിക്കുന്ന വ്യവസ്ഥ. ഇതാണ് പണ്ടുള്ള ഹിന്ദുക്കൾ അല്ലെങ്കിൽ പണ്ടുള്ള രാജാക്കന്മാർ ചെയ്തുകൊണ്ടിരുന്നതും ഇപ്പോൾ മുസ്ലിംസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതേ വ്യവസ്ഥകളാണ്. യഹൂദന്മാരുടെയും ഇതാണ് വ്യവസ്ഥ. പക്ഷെ യേശുവാണ് വന്നിട്ട് പറഞ്ഞത്, നിങ്ങൾ ചെയ്യുന്നത് കറക്റ്റ് ആകുന്നില്ല, ഒന്നുകിൽ കൂടിപ്പോവും. കാര്യം കൂടിപ്പോയാൽ പിന്നെ കർമ്മ നമുക്ക് പ്രശ്നമാണ്. ഇപ്പൊ നമ്മളോട് ദ്രോഹം ചെയ്യുന്ന ഒരുത്തിന് നമ്മൾ ചെയ്തത് കൂടിപ്പോയി, അവന് വലിയൊരു പരിപാടി കിട്ടിപ്പോയി, അല്ലെങ്കിൽ പെട്ടെന്ന് അവൻ മരണപ്പെട്ടു, അല്ലെങ്കിൽ അവൻ പൂർണ്ണമായിട്ട് കിടപ്പിലായിപ്പോയി, അല്ലെങ്കിൽ വലിയൊരു അംഗവൈകല്യം സംഭവിച്ചു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ അവൻ ചെയ്ത സാധനം അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയുടെ അളവ് വെച്ച് പ്രകൃതി നോക്കുമ്പോൾ നമ്മൾ പകരം വീട്ടിയത് കൂടിപ്പോയാൽ പിന്നെ നമുക്കായിരിക്കും ദൈവത്തിൽ നിന്നുള്ള വലിയ പ്രശ്നം അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പൊ നമുക്കിതിന്റെ അളവ് കറക്റ്റ് അറിഞ്ഞുകൂടാ. ശത്രുവിനോട് എത്ര ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ള അളവ് നമ്മളെ കയ്യിലില്ല. ഇത് പലതും ബാലൻസ് ചെയ്ത് പ്രകൃതി അല്ലെങ്കിൽ മറ്റു അദൃശക്തികൾ പല കാര്യങ്ങളും ബാലൻസ് ചെയ്ത് നമ്മുടെ കർമ്മം എത്ര ബാലൻസ് ചെയ്യാനുണ്ട്, അത് ബാക്കി അവന്റെ മാനസികാവസ്ഥ അത് എന്തായിരുന്നു, അവനെ ഏതെങ്കിലും നെഗറ്റീവ് ശക്തികൾ ഇളക്കിക്കൊണ്ട് വന്നതാണോ, അതോ അവന്റെ സ്വന്തം ബുദ്ധിയിൽ നമ്മളോട് ഇങ്ങനെ കാണിച്ചതാണോ? ഇപ്പൊ ഇങ്ങനെയൊക്കെ പലതും നോക്കിയിട്ടാണ് അവിടെ ഒരു പ്രതികാരം അല്ലെങ്കിൽ ഒരു ശിക്ഷ മറ്റ് ശക്തികളിൽ നിന്ന് ദൈവത്തിൽ നിന്ന് വരുന്നത്. അപ്പൊ ഇത് നമുക്ക് അറിവിടാത്തത് കൊണ്ട് നമ്മൾ ദൈവത്തിനെങ്കിൽ വിട്ടുകൊടുക്കുന്നതാണ് ഏറെ നല്ലത്. അപ്പൊ അവിടെ കറക്റ്റായിട്ട് നടക്കും. പക്ഷെ ആരും അത് ചെയ്യുന്നില്ല. നിങ്ങളത് ചെയ്ത് നോക്ക്. അങ്ങനെ ഇനി അത് ശ്രമിച്ചു നോക്ക്. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ കൂടെ വ്യവസ്ഥകൾ അറിയാവുന്ന പറ്റുന്ന വ്യവസ്ഥകളെല്ലാം പാലിച്ചു പോകണം. എല്ലാം 100% പാലിച്ചിട്ട് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. മാക്സിമം എവിടെയൊക്കെ നിങ്ങൾക്ക് പാലിക്കാൻ പറ്റുന്നു. കാരണം നിങ്ങളുടെ ആ ഓടി വരാൻ പോകുന്ന ഓടി ആ കയറ്റം കയറാനുള്ള മനസ്സ്, അതായത് നിയമങ്ങളും വ്യവസ്ഥകളും എനിക്ക് എത്രയും പെട്ടെന്ന് പാലിക്കണം, എനിക്കത് ചെയ്യണം, ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ചെയ്തിരിക്കും എന്നുള്ള ആ ഒരു ചെയ്യാനുള്ള മനസ്സാണ് ദൈവം അല്ലെങ്കിൽ പ്രകൃതി നോക്കുന്നത്. അല്ലെങ്കിൽ എത്രത്തോളം ചെയ്തു എന്നല്ല നോക്കുന്നത്, ചെയ്യാൻ അല്ലെങ്കിൽ വില്ലിംഗ് ആയിട്ടുള്ള മനസ്സുണ്ടോ എന്ന് നോക്കിയിട്ടാണ് അവിടെ മറ്റു ശക്തികൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതെന്നുള്ള സത്യം കൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ വഴി ഞാൻ ഈ പറഞ്ഞതുപോലെ ശ്രമിച്ചു നോക്കുക. നിങ്ങളുടെ ശത്രുക്കളുടെ വീഴ്ച നിങ്ങളുടെ മുന്നിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ, ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തത്.